ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, എന്നാൽ ആ പെൺകുട്ടിക്ക് തിരിച്ച് നിങ്ങളോട് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു 6 കാര്യങ്ങളുണ്ട്. ഈ 6 കാര്യങ്ങൾ എന്താണെന്നാണ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, റിലേഷൻഷിപ്പ് ഉള്ളവരും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവരും, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളോട് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ടോക്കാണ്. അതായത് സീരിയസ് ആയിട്ട് സംസാരിക്കാതെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടുമിക്ക ആൺകുട്ടികളും അതെ, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് ആയിട്ട് അവർ സംസാരിക്കും. ചിലരുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നവർ, അവരല്ല. അല്ലാതെ പൊതുവെ നോക്കുമ്പോഴത്തേക്കും ഗേൾസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ആൺകുട്ടികളും ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നീ ഇന്ന് മാത്സിന് നോട്ട്ബുക്ക് എടുത്തോ? അപ്പോഴത്തേക്കും നിങ്ങൾ പറയണം ഇല്ല. അങ്ങനെ പറയാതെ ഇല്ലടി ഞാൻ മറന്നുപോയി, ഇങ്ങനെ പറയുകയാണെങ്കിൽ അവർക്കത് ഒരുപാട് സന്തോഷമാകും. ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ നിങ്ങളോടൊരു വെറുപ്പ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. മറിച്ച് നിങ്ങൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട്, ഓ ഇല്ലടി ഞാൻ എടുക്കാൻ പോയപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാര്യം പറയുക, അപ്പോഴത്തേക്കും ഞാൻ മറന്നുപോയി, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കത് കുറച്ചൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നത്തുള്ളൂ. അതുകൊണ്ട് ഗേൾസിനോട് സംസാരിക്കുമ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് സംസാരിക്കാതെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലരുണ്ട് എന്ത് ചോദിച്ചാലും ഒന്ന് ചിരിക്കത്തു പോലും ഇല്ല, വെട്ടി തുറന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഇങ്ങനെയുള്ളവരെ പൊതുവെ ഗേൾസിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളോട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന കാര്യമാണ് സ്മൈല്, ചിരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാനൊന്ന് ചിരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ ഞാൻ മോശക്കാരനായിട്ട് തോന്നുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സിലേക്ക് തോന്നും, ഓ ഇവനൊരു പാവമാണ്, ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്, എന്നോട് ദേഷ്യപ്പെടുത്തൊന്നുമില്ല, കൂട്ടൊക്കെ കൂടാൻ വേണ്ടിയിട്ട് പറ്റിയ ആളാണ്. ഇങ്ങനെയൊക്കെ ഒരു തോട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും അവർ നിങ്ങളെയും ചിരിച്ച് കാണിക്കുകയും നിങ്ങളോട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് വരികയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ സ്നേഹിക്കണം അല്ലെങ്കിൽ പ്രണയിക്കണം എന്നൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ കുട്ടീനെ കാണുമ്പോഴത്തേക്കും ഒന്ന് ചിരിച്ച് കാണിക്കുകയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്യണം. ഇനി ചിരിച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഏത് സമയം അവരെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന് ചിരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഓടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എപ്പോഴും ഏത് സമയം അവരുടെ നേരെ നോക്കി ഇങ്ങനെ ചിരിക്കാനൊന്നും പോയേക്കരുത്. ഇപ്പോൾ നിങ്ങളിങ്ങനെ നടന്നു പോകുകയാണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് ആ ഒരു പെൺകുട്ടി നടന്നു വരികയാണ്. നിങ്ങൾക്ക് അടുത്തെത്തുമ്പോഴത്തേക്കും ഒന്ന് മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കാം. അതല്ലാതെ ഏത് സമയം അവളെ മാത്രം നോക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്നും അവൾ പോകുന്ന വഴിക്കൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവൾ നിങ്ങളെ ഓടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നതാണ് നീറ്റ്നെസ്, അതായത് വൃത്തി. ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ഒരു ആൺകുട്ടിയെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവന് വൃത്തിയുണ്ടോ എന്നത്. ഇനി ആ പെൺകുട്ടി ശ്രദ്ധിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് എങ്കിലും അത് ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ആകുന്നത് വരെ ആ ഒരു പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ആയിരിക്കും. അതായത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ ഫ്രണ്ട്സായിട്ട് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യും. ആ ഒരു സമയം ആ ഒരു പെൺകുട്ടിയും അവളുടെ കുറേ അധികം ഫ്രണ്ട്സും നിങ്ങളുടെ വൃത്തിയെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും അവരവിടെ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രണയിക്കണം അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് നിങ്ങളുടെ കൂടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത് എങ്കിൽ മാക്സിമം
നല്ല വൃത്തിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നല്ല ഡ്രസ്സൊക്കെ നിങ്ങൾ എപ്പോഴും ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ നല്ല ഡ്രസ്സെന്ന് പറയുന്നത് എന്നും പുതിയ ഉടുപ്പ് വാങ്ങിയിടുക എന്നൊന്നുമല്ല. നിങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ നന്നായിട്ട് അയണൊക്കെ ചെയ്തിട്ട് നല്ല രീതിക്ക് നടക്കുക. ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ട് നടക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഇഷ്ടമുണ്ടാകും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കമൻറ്റ് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളൊരു കുഞ്ഞ് കമൻറ്റ് ഇടുമ്പോഴത്തേക്കും എനിക്കത് വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ എന്തെങ്കിലും ഒരു കുഞ്ഞ് കമൻറ്റ് ഇടണേ എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കുഞ്ഞ് ഹേർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെയൊന്നുമല്ല, ബാഡ് വേർഡ്സാണ്. അതായത് നിങ്ങളും ആ ഒരു പെൺകുട്ടിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ബാഡായിട്ടുള്ള വേർഡ്സ് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ചിലരുണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അറിയാതെ ബാഡ് വേർഡ്സൊക്കെ അവരുടെ വായിൽ നിന്നും ഇങ്ങനെ വരും. ഇത് കേൾക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നെഗറ്റീവ് ഇമേജാണ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ഈ ചീത്ത വാക്കുകൾ ഇങ്ങനെ തെറിയൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നിങ്ങൾ നാലാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ കാര്യത്തിൽ വരുന്നത് വേറെ ഒന്നുമല്ല, അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ നിങ്ങൾ പങ്കുചേരുക എന്നതാണ്. അതായത് ഇപ്പോൾ അവരുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ബർത്ത്ഡേ വന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫ്ലവർ കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാം. അവർ നന്നായിട്ട് നിങ്ങൾക്കൊന്ന് വിഷ് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും നല്ലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുത്തിട്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്നത് കോംപ്ലിമെൻറ്റ്സ് ആണ്. അതായത് പെൺകുട്ടികൾക്ക് പൊതുവെ അവരെക്കുറിച്ചിട്ട് ഇങ്ങനെ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ അവരോട് പറയുകയാണ്, ഇന്ന് എന്നാന്നറിയില്ല, നിന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്, നിൻ്റെ കമ്മൽ ഇത് നല്ല രസമുണ്ട്, നിൻ്റെ ഡ്രസ്സ് ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങി. അവരുടെ മുടി, നിൻ്റെ മുടിയിൽ കളർ കയറ്റിയേക്കുന്നതാണ് നിൻ്റെ ഏറ്റവും വലിയ ഭംഗി, നിൻ്റെ വാച്ചൊക്കെ കാണാൻ എന്ത് രസമാണ്, നിൻ്റെ കൈക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്, അതേപോലെ തന്നെ നിൻ്റെ ബാഗ് എന്ത് രസമാണ്, ഈ ഒരു ബാഗ് ഇവിടെ വേറെ ആർക്കും ഈ ഒരു ബാഗ് കണ്ടിട്ടില്ല, നിൻ്റെ ഷൂ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ കോംപ്ലിമെൻറ്റ്സ് പറയാം. അതായത് അവർ രാവിലെ വരികയാണ്, വരുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഇന്നെന്താ നിന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയുണ്ടല്ലോ, ഓരോ ദിവസവും നിനക്ക് ഭംഗി കൂടിക്കൂടി വരികയാണല്ലോ, എന്താണ് ഇതിൻ്റെ രഹസ്യം, നീ എന്തെങ്കിലും രഹസ്യമായിട്ട് കഴിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. പെൺകുട്ടികൾക്ക് പൊതുവെ ഇങ്ങനെ ഒരുങ്ങി നടക്കാനും അവരെക്കുറിച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് പറയാം അവരോട്, നീ നല്ല മെച്യൂരിറ്റി ഉള്ളൊരു കുട്ടിയാണ്, നിനക്ക് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ അറിയാം, വേറെ ഒരു കുട്ടികൾക്കും നിന്നെ പോലെ നന്നായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടുമില്ല. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഉറപ്പായിട്ടും നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടി അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ അടുത്തേക്ക് പ്രണയിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കുട്ടിയെ തന്നെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതേപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞു കമൻറ്റും കൂടി ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ ഓരോ കുഞ്ഞു കമൻറ്റും എനിക്ക് വലിയ മോട്ടിവേഷനാണ്. നിങ്ങളുടെ ഒരു കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ കാര്യം ആരും മറക്കരുതേ. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ്.